സർവേ റിപ്പോർട്ട് പ്രകാരം മലയാളികളിൽ 71% പേരുടെയും മാസവരുമാനം 200 ദിനാറിൽ താഴെയും പുതുതലമുറയിലെ 1/5 പേരുടെ വരുമാനം 100 ദിനാറിൽ താഴെയുമാണ്. ഇതിൽ നിന്ന് ശരാശരി 40 ദിനാറെങ്കിലും ജീവിത ചെലവുകൾക്കായി നീക്കിവെക്കണം. കുടുംബത്തിൽ നിന്നകന്ന് പരിതാപകരമായ സാഹചര്യങ്ങളിലാണ് താഴ്ന്ന വരുമാനക്കാർ ജീവിക്കുന്നതെന്ന് സർവേ സൂചിപ്പിക്കുന്നു. 500 ദിനാറിന് മുകളിൽ വരുമാനമുള്ളവർ കേവലം 6% പേർ മാത്രമാണ്. പ്രവാസ ജീവിതത്തിൽ സമ്പാദിച്ചോ എന്ന ചോദ്യത്തിന് സർവേയിൽ ഭാഗഭാക്കായ 23 പേരും ഇല്ല എന്ന ഉത്തരമാണ് നൽകിയത്. സർവേയിൽ പങ്കെടുത്തവരിൽ 72% പേരും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമുള്ളവരാണ്. ഇടത്തരം സാമ്പത്തിക നിലവാരത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ കടക്കാരെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ള പ്രവാസികളിൽ 55% പേരും പ്രവാസ ജീവിതം കൊണ്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ പ്രവാസി സംഘടനകൾക്ക് കീഴിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ 61% പേരും അംഗങ്ങളാണ്. മലയാളികളിൽ 12.5% പേർ പ്രവാസ ലോകത്ത് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരാണ്. 100 മുതൽ 200 ദിനാർ വരെ ശമ്പളമുള്ള ഇടത്തരം തൊഴിൽ മേഖലയിലുള്ളവരാണ് തട്ടിപ്പുകൾക്കിരയായവരിൽ ഭൂരിഭാഗവും. 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ പണം നഷ്ടപ്പെട്ടവരും ഇക്കൂട്ടത്തിൽപ്പെടും. പ്രവാസ ലോകത്ത് പലിശക്കണി വളരെ വ്യാപകമാണെന്ന വസ്തുതയിലേക്കും സർവേ ഫലം വിരൽ ചൂണ്ടുന്നു. 25% പേരും പലിശക്ക് കടമെടുത്തവരാണ്. 80% മുതൽ 180% വരെയാണ് പലിശ നിരക്കുകൾ. പ്രവാസി മലയാളികൾക്കായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പ്രഖ്യാപിച്ച പദ്ധതികളെക്കുറിച്ച് 85% മലയാളികളും അജ്ഞരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈത്തിലെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പ്രവാസികളുടെ യഥാർത്ഥ പരിച്ഛേദമാണ് സർവേ ഫലത്തിലൂടെ പുറത്തുവന്നതെന്നും സർവേയുടെ പൂർണ്ണരൂപം വിദേശകാര്യ മന്ത്രാലയം, പ്രവാസികാര്യ മന്ത്രാലയം, നോർക്ക, മുഖ്യമന്ത്രി എന്നിവർക്ക് സമർപ്പിക്കുമെന്നും യൂത്ത് ഇന്ത്യ ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.